നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. മാറ്റം വരുത്താത്തോളം കാലത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ അകന്നുകൊണ്ടേയിരിക്കും. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയിലെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് കൂടെ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അവർക്ക് വർഷിക്കണം. വരൾച്ചയിലെ ഏറ്റവും കെടുതിയിലേക്ക് അക്കാലഘട്ടത്തിലെ ലോകം കടന്നു പോയപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്നുകൊണ്ട് ആവലാതി പറഞ്ഞപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറാവുകയാണ്. ജനങ്ങളെ എല്ലാവരെയും കൂട്ടിയിരുത്തി ജനങ്ങളോട് പറഞ്ഞു, നമുക്കൊന്ന് ദുആ ചെയ്യാം. ദുആ ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോൾ പടച്ച തമ്പുരാനോട് ഏറ്റു ദുആ ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബിയേ റബ്ബേ, എന്ത് കാരണത്താലാണ് നീ മഴ നൽകാത്തത്? ആ സമയത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നുണ്ട്, വഫീകും റജുലൻ യുബാരിഉ 40 സന, 40 വർഷമായി കൊണ്ട് നിന്നെ 40 വർഷമായി കൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന മഴയെ തടഞ്ഞു വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലാഹു പറയുകയാണ്, ആ മനുഷ്യനോട് ആ ദുആയുടെ സദസ്സിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയുമ്പോൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. 40 വർഷമായി തെറ്റ് ചെയ്യുന്ന അല്ലാഹുവിലേക്ക് തൗബ പോലും ചെയ്യാത്തൊരു മനുഷ്യനോട് ഇവിടുന്ന് എണീറ്റ് പോകാൻ പറയുമ്പോൾ ആ സമയത്ത് ചിന്ത മനസ്സിൽ കയറിയ ആ മനുഷ്യൻ ആ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ, 40 വർഷം എൻ്റെ തെറ്റ് നീ ഒതുക്കി ആരും അറിയാത്ത രൂപത്തിൽ എന്നെ മാറ്റിവെച്ചല്ലോ. 40 വർഷം. ഇപ്പോൾ ഈ സമുദ്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ എണീറ്റ് പോയി കഴിഞ്ഞാൽ ഞാനാണ് ആ തെറ്റുകാരനെന്ന് ഞാൻ അറിയുമല്ലോ. അതുകൊണ്ട് അല്ലാഹ് എനിക്ക് പുറത്തു തരാൻ പറ്റേ. അള്ളാഹിനോട് ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, നസലൽ മത്തർ, മഴ വർഷിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൂജയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നത് പോലെ, അഥവാ ശക്തമായ തുള്ളിയോടുകൂടെ മഴ പെയ്തു. മൂസാ നബി അന്തം വിട്ടു. എന്താണ് അല്ലാഹ് പറഞ്ഞത്? എന്താണ്? ഒരാളുണ്ട്, തെറ്റുകാരനുണ്ട്, പുറത്തു കൊടുക്കൂല, ആ തെറ്റുകാരൻ അദ്ദേഹത്തോട് പോകാൻ പറയണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോയിട്ടില്ലല്ലോ. പിന്നെ അല്ലാഹു എന്തുകൊണ്ടാണ് നീ മഴ നൽകിയത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മൂസ നബിയോട് പറയേണ്ട അല്ലാഹു പറയുന്നു, ഈ മനുഷ്യനോട് കേണുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് എൻ്റെ തല താഴ്ത്തി ദുആ ചെയ്തു, ഞാൻ ദുആക്ക് ഉത്തരം നൽകി. അപ്പോൾ മൂസ നബി, ഞങ്ങൾക്ക് ആ ഒരു നിഅമത്ത് കിട്ടാൻ കാരണക്കാരനായ ആളാണല്ലോ, അദ്ദേഹത്തിന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അദ്ദേഹത്തിനെ മറച്ചു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ മാന്യത, അല്ലാഹുവിൻ്റെ ആ നിഅമത്ത് എത്രത്തോളം, അല്ലാഹുവിൻ്റെ മനസ്സിൽ നമ്മോടുള്ള കാരുണ്യം എത്രയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ പോലും, മണ്ണാർക്കാട് പ്രദേശത്തൊക്കെ 1-2 ആളുകൾ സൂര്യാഘാതം ഏറ്റുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ മദ്രസകളൊക്കെ അടച്ചു. ഇന്ന് 6-ാം തീയതി വരെ നമ്മുടെ കേരളത്തിൽ മുഴുവൻ മദ്രസകളും അടക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഇൽമിനെ തടയുന്ന രൂപങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ മാറ്റി റാഹത്തുള്ള ജീവിതം അല്ലാഹു തരട്ടെ. ഇത്രത്തോളം വേദനയിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. മാർഗം ഒന്നേ ഉള്ളൂ, അല്ലാഹുവിനോട് ഇടതേടി ഇസ്തിഗ്ഫാറോടുകൂടെ ദുആ ചെയ്യുക, തൗബ ചെയ്താൽ അല്ലാഹുമ്മ അർസിലിസ് സമാ അലൈനാ മിദ്റാറാ,
നമുക്ക് മഴ തരും. നമുക്ക് ദ്വാരക്കല്ലേ, ദ്വാ ചെയ്യല്ലേ, മുഅ്മിനീങ്ങളെ ദ്വാരക്കല്ലേ. എന്നാൽ ഇന്ന് ജുമുഅക്ക് ശേഷം നിങ്ങൾ ഇവിടെ ഇരിക്കുക. കൂടുതലൊന്നുമില്ല, ഒരു 5-10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അള്ളാഹിനോട് ഇടതേടി ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു സമയം നമ്മളതിന് വിനിയോഗിക്കണില്ല. ഒരു 10 മിനിറ്റ് ഇരുന്ന് നമ്മളെ മഹാന്മാരായ സയ്യിദന്മാരും സാദാത്യങ്ങളും നമ്മുടെ കോളയും ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ളത് നല്ലോണം ഇരുന്ന് ദ്വാരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സയ്യിദുൽ ഉലമയും സാദിഖ് അലി ശിഹാബ് തങ്ങളും നമ്മോട് ഒട്ടി നിൽക്കുന്ന നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇരുന്ന് ദുആ ഇറക്കുക. അള്ളാഹു നമുക്കതിൻ്റെ അള്ളാഹു കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു തരട്ടെ. അള്ളാഹു കാരുണ്യത്തിൻ്റെ മഴ തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മഴ തരും. പരിശുദ്ധമായ ജിന്ന സൂറത്തിൽ പറയുന്നുണ്ട്, അവർ നേരായ വഴിയിൽ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് സമൃദ്ധമായ വെള്ളം നൽകും. നേരായ വഴിയിൽ നിൽക്കണം. നമ്മുടെ മക്കൾ 5 വർഷമായിട്ട് 5-6 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മക്കളുടെ രൂപം മാറി, കോലം മാറി, ശരീരഭാഷ മാറി, അടക്കവും ഒതുക്കവും ശരീരത്തിൻ്റെ അണിഞ്ഞൊരുങ്ങിപ്പോയിരുന്ന വസ്ത്രങ്ങളുടെ രൂപങ്ങളൊക്കെ മാറി, പെണ്ണേതാണ് ആണേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആരോടും എങ്ങനെയും മിംഗ്ലിങ്ങായി സംസാരിച്ച് ജീവിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കാലം കടന്നുപോയി. നമ്മളെ നാട് നടന്നുപോയി. അങ്ങോട്ട് മാറിയിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മളിലേക്ക് വരാൻ പോകണം. പരിശുദ്ധമായ ദുആയുടെയും പരിശുദ്ധമായ ദീനിൻ്റെയും സദസ്സ് നമ്മുടെ നാടിൽ നിന്ന് മജ്ലിസുകൾ എടുത്തുപോയി. കരഞ്ഞു പറഞ്ഞിരുന്ന ഈമാനിൻ്റെ സദസ്സുകൾ ഇല്ലാതെയായിപ്പോയി. കൂട്ടമായിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ദുആകളൊക്കെ ഇല്ലാതെയായിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാസങ്ങളോളമായി പിടഞ്ഞു വീഴുന്ന മക്കൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ കണ്ണുനീരായി അവർ ഇന്നും മരണത്തെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. ലോകരാജ്യങ്ങൾ അവർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നതിനൊക്കെ പരിധി വെച്ച് നിൽക്കുകയാണ്. അള്ളാഹു അവർക്ക് രക്ഷ കൊടുക്കട്ടെ. ആ മക്കൾ പടയുമ്പോൾ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകുമ്പോൾ, നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അള്ളാഹു പിടിച്ചു കുലുക്കും. ഇമാ കസബത്ത് ഐദിന്നാസ്, നമ്മുടെ ചെയ്തികളെ കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ ചെയ്തികളെ കൊണ്ടാണ് ഈ വിഷമങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അതല്ലാഹു മാറ്റിത്തരട്ടെ. അനുഗ്രഹത്തിൻ്റെ മഴ അള്ളാഹു വർഷിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് ശേഷം എല്ലാവരും ഇരിക്കുക. മയ്യിത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. PT ഉസ്താദ് എന്ന് പറയുന്ന സമസ്ത കേരള